പെസഹ വ്യാഴത്തിന്റെയും ദുഃഖവെള്ളിയുടെയും പാവന സ്മരണകളിലൂടെയാണ് ക്രൈസ്തവർ കടന്നുപോകുന്നത്. ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴം. യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി പെസഹ വിരുന്നിൽ പങ്കെടുത്തതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണ വീടുകളിൽ പെസഹ അപ്പം മുറിച്ച് വിശ്വാസികൾ പുതുക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളുമാണ് പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും നടക്കുന്നത്. ലോകത്തിന്റെ പാപങ്ങൾക്കായി ക്രിസ്തു തന്നെ ബലിയായി നൽകിയതിന്റെ ത്യാഗസ്മരണയാണ് ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി, പീഡാനുഭവ ചരിത്ര വായന, കുരിശുവന്ദനം തുടങ്ങിയ പ്രത്യേക ശുശ്രൂഷകൾ എന്നിവ ഇന്ന് നടന്നു. വിശ്വാസികൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. കൈപ്പുനീർ കുടിക്കുകയും കുരിശിന്റെ വഴി നടത്തുകയും ചെയ്യുന്നു. യേശുവിനെ പിലാത്തോസ് വിധിച്ചതു മുതൽ കുരിശിലേറ്റുന്നതുവരെയുള്ള 14 ഘട്ടങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം സ്മരിക്കുന്ന ചടങ്ങാണിത്. മിക്കവാറും പള്ളികളിൽ റോഡിലൂടെയുള്ള വിലാപയാത്രയായി ഇത് നടത്താറുണ്ട്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.